നീ എന്താ ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചു എന്നറിയോ? 83 വട്ടം. അത് രാത്രി മാത്രം. നീ എന്റെ ഒരു മിസ് കോൾ പോലും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ ട്രിപ്പിന് പോയത് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കാന്ന് വെച്ചാൽ എനിക്ക് വിളിച്ചൂടെ? ഞാൻ വിളിച്ചൂടെ നിന്നെ? അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ നിനക്ക് ഫോൺ എടുത്തുവിടാന്നുണ്ടോ? നിനക്ക് നാണക്കേടായിരിക്കും. ഫോൺ റൂമിൽ വെച്ചിട്ട് പുറത്തായിരുന്നു എല്ലാരും. അത് ഞാനങ്ങ് വിശ്വസിക്കണായിരിക്കും. നിനക്കറിയില്ല ഞാൻ എപ്പോഴും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിളിക്കുമ്പോഴൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. നിനക്ക് അറിയുന്നതല്ലേ. പിന്നെ നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത്? നിനക്ക് ഫോൺ കൊണ്ടുപോയിരുന്നല്ലോ പോയപ്പോ. എനിക്കറിയാം ഞാൻ വിളിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും നീ ഫോൺ റൂമിൽ വെച്ചിട്ട് പോയത്. ഞാൻ വിളിക്കുമ്പോൾ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിനക്ക് ഫോൺ എടുത്തിട്ട് പോയെന്തായിരുന്നു? നീ എന്നെ പർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ 83 വട്ടം അമലെ രാത്രി നിന്നെ വിളിച്ചത്. നീ അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കണ്ടോ കണ്ടോ, നീ കണ്ടു. ഇതെനിക്ക് കേൾക്കണമായിരുന്നു നിന്റെ വായിന്ന്. നീ കണ്ടു എന്റെ മിസ് കോൾ, എന്നിട്ട് നീ വിളിച്ചില്ല. ഞാൻ വെറുപ്പിക്കുന്നോ? മിസ് കോൾ അടിച്ചോ? ഞാൻ നിന്നെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചു. നിന്നെ ഞാൻ 3-4 വട്ടം വിളിച്ചപ്പോ കിട്ടാത്തപ്പോ എനിക്ക് പിന്നെ വിളിച്ചു. ഞാൻ ടെൻഷനായി പോയി. ഞാൻ വെറുപ്പിക്കുന്നതല്ല. നീ ഇങ്ങനെ തുരുതുരാന്ന് വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 5-6 വട്ടമൊക്കെ വിളിച്ച ഒരു മനുഷ്യൻ ഫോൺ എടുത്തില്ല പിന്നെ നമ്മൾ എന്താ വിചാരിക്കുക? അങ്ങനൊന്നുമല്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല നിനക്ക് എന്തോ പറ്റിയെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചത്. അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ നമ്പർ അയച്ചിട്ട് പോകണമെന്ന്. ഞാൻ അവരെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചേനല്ലോ. അപ്പൊ അത് നീ തന്നില്ല. നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പോ കുറെ കൂട്ടുകാരൊക്കെ ആയപ്പോ അവന്മാരെ മതി. ഓ എന്നാ നീ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. നിനക്ക് അറിയുന്നതല്ലേ പ്രേമിക്കുമ്പോ തൊട്ട് എന്റെ സ്വഭാവം ഇതാന്ന്. പിന്നെ നീ എന്തിനാ എന്നെ പ്രേമിക്കാൻ വന്നത്? ഇപ്പൊ എനിക്കായി കുറ്റം. നീ കൊള്ളാമല്ലേ, നീ കൊള്ളാം. നീ പോകുമ്പോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നോട് അവിടെ എത്തിയ ഫോട്ടോ ഒക്കെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. നീ എന്താ അയക്കാത്തെ? സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല. നിനക്ക് ഇതിനൊന്നും സമയമില്ല. എന്റെ ഒരു കാര്യത്തിലും നിനക്ക് സമയമില്ല. നിനക്ക് ബാക്കി അവന്മാരുടെ കൂടെ കറങ്ങാനും തിരിയാനും ഒക്കെ സമയമുണ്ട്. നീ ഫോട്ടോ അയച്ചാ നോക്കട്ടെ. ഇപ്പൊ തന്നെ അയക്കണം, ഇപ്പൊ തന്നെ അയക്കണം. പറ്റത്തില്ല. ഇല്ലെങ്കിൽ നീ പറയും അയ്യോ നീ ഏതാന്ന് വരെ നീ കുറച്ച് കഴിയുമ്പോ ചോദിച്ചു കളയും. നീ അങ്ങനത്തെ ആളാ. ഇപ്പൊ തന്നെ അയച്ചേ നോക്കട്ടെ ഞാനിപ്പോ.